ഹലോ, നിങ്ങൾ എന്തിനും ഏതിനും പാരസെറ്റാമോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ? തലവേദന ഒരു പാരസെറ്റാമോൾ കഴിക്കും, വയറുവേദന ഒരു പാരസെറ്റാമോൾ കഴിക്കും, പനി വരുന്ന പോലെ ഉണ്ട് പാരസെറ്റാമോൾ കഴിച്ചേ. എന്തോ വല്ല ഒരു എന്താ കൈയും കാലും വേദന പാരസെറ്റാമോൾ കഴിച്ചേ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടുണ്ട് പാരസെറ്റാമോൾ. ചില ആളുകൾക്ക് 1000 mg കഴിച്ചാൽ പോലും ഏൽക്കാത്തൊരവസ്ഥയായി. പാരസെറ്റാമോളൊക്കെ കഴിക്കുന്നതൊക്കെ ഓക്കെ, കഴിക്കുന്നവര് ഈ സൈഡ് എഫക്റ്റുകളൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. എന്തൊക്കെയാണെന്നറിയാം, എല്ലാ ടാബ്ലറ്റിനും സൈഡ് എഫക്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുകയാണ് പാരസെറ്റാമോൾ. അപ്പൊ പാരസെറ്റാമോളിന് ഉള്ള സൈഡ് എഫക്റ്റ് എന്താന്ന് പറഞ്ഞുതരാം. അതിനു മുന്നേ എന്തിനും ഏതിനും പാരസെറ്റാമോൾ കഴിക്കുമ്പോൾ ഒന്ന് ഈ സൈഡ് എഫക്റ്റ് കൂടെ ആലോചിച്ചാൽ നന്നായിരിക്കും കേട്ടോ. സ്കിൻ റാഷസ്, കിഡ്നി പ്രോബ്ലം, വയറുവേദന, ഹൃദയാഘാതം, പക്ഷാഘാതം, ഇതൊരു 20% വരെ കൂട്ടാൻ സ്ഥിരമായി പാരസെറ്റാമോൾ കഴിക്കുന്ന ഒരാൾക്ക് ഇത് 20% കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെയോ ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നം, ഇത് അമിതമായി എടുക്കുന്നവരില് തലചുറ്റല്, ഉറക്കം വരിക, നോസിയ, പിന്നെ 2 വൃക്കകളും തകരാറിലാകുക, BP കൂട്ടും, പിന്നെ സോഡിയം, കാൽസ്യം ഇതിന്റെ അളവ് കുറയ്ക്കും. അപ്പൊ പാരസെറ്റാമോൾ സ്ഥിരമായി എടുക്കുന്നവര് ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് മൈൻഡിൽ വെച്ചോളൂ. ഏതൊരു മെഡിസിൻ എടുക്കുമ്പോഴും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം എടുക്കുക. എല്ലാ മെഡിസിനും സൈഡ് എഫക്റ്റ് ഉണ്ട്. ഞാൻ പാരസെറ്റാമോൾ പറയാൻ കാരണം നമ്മൾ അധികം എല്ലാവരും യൂസ് ചെയ്യുന്നത് പാരസെറ്റാമോൾ ആണ്. അതുകൊണ്ടാണ് പാരസെറ്റാമോൾ പറഞ്ഞത്. എല്ലാ മെഡിസിനും സൈഡ് എഫക്റ്റ് ഉണ്ട്. അത് അളവിൽ കൂടുതലാവുമ്പോൾ, അതായത് അധികമായ അമൃതും വിഷം എന്നുള്ള രീതിയിൽ ഒരു ടാബ്ലറ്റ് അളവിൽ കൂടുതലാവുമ്പോൾ അതിൻ്റെതായ റിയാക്ഷൻ നമ്മുടെ ശരീരത്തിൽ കാണിക്കും. ജസ്റ്റ് പാരസെറ്റാമോൾ കഴിക്കണവരല്ല ഇതിന്റെ ചെറിയ സൈഡ് എഫക്റ്റ് അല്ല കേട്ടോ. സൈഡ് എഫക്റ്റുകൾ മനസ്സിൽ നന്നായി ഓർത്ത് വെച്ചിട്ട് മാത്രം പാരസെറ്റാമോൾ ടാബ്ലറ്റ് അധികം യൂസ് ചെയ്യുക.